ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 4th പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് വരെയാണ് എടുത്തത്. ഓക്കെ, ഐ എം ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യണം. നമ്മളോട് ഇതുവരെ നമ്മളുടെ നറേറ്ററിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളുടെ ഓഥറിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസ് ഉള്ള ഒരു വർക്കാണെന്ന് പറഞ്ഞിരുന്നു. സ്റ്റിൽ നമ്മളോട് നറേറ്റർ ഇന്ന ആളാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓഥറിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓഥറിൻ്റെ പേര് മാർത്ത സലൈനാസ് എന്നാണ്. ഇത് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. നമ്മൾ പറഞ്ഞത് അവരുടെ ചൈൽഡ്ഹുഡിൽ അവരൊരു അവാർഡ് വിൻ ചെയ്യാൻ, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഒരു അവാർഡ് വിൻ ചെയ്യാൻ അവർക്ക് നേരിടേണ്ടി വന്ന സ്ട്രഗിൾസാണ് ഇതിൽ പറയുന്നത്. സോ 4th പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത് അത് ക്ലോസിങ് ടൈം ആയപ്പോൾ, ഗ്രാജുവേഷൻ്റെ ക്ലോസിങ് ടൈം ആയപ്പോൾ ക്വയറ്റ് നാച്ചുറലി ദ ചിൽഡ്രൻ ദേ വെയർ ഡിസ്റ്റർബ്ഡ് ആൻഡ് ദേ വെയർ eager. They were not that much careful about the classes. അവരത്ര ലിസണിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും അവർ ക്ലാസ്സിൽ പലപ്പോഴും അവർ പുറത്തേക്ക് നോക്കിയിരിക്കലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ആയിരുന്നു. അതുമാത്രമല്ല, പിന്നീട് നമ്മൾ ഇവിടെ നമ്മുടെ നറേറ്ററിലേക്ക് ഒന്നുകൂടി വരുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കിനി നറേഷനിലും ക്യാരക്ടർ സ്കെച്ചിലും ഒക്കെ ആവശ്യമുള്ളതാണ്. നമ്മളുടെ നറേറ്ററിനെ കൂട്ടുകാർ കളിയാക്കി വിളിച്ചിരുന്നത് 2 പേരുകളാണ്. ഒന്ന് ബീൻ പോൾ, സ്ട്രിങ് ബീൻ, ഇങ്ങനെ 2 പേരുകളാണ്. ബിക്കോസ് ഓഫ് ഹിസ് ടോൾ നേച്ചർ ആൻഡ് ഹി വാസ് റിയലി ലീൻ. ആ ലീൻ ആയിട്ടുള്ളത് കൊണ്ടും വളരെ ടോളായതുകൊണ്ടുമാണ് അവളെ സ്പ്രിങ് ബീനും ബീൻ പോൾ എന്നും വിളിച്ചിരുന്നത്. അപ്പോൾ അത് അവളെ കുറച്ച് ഒന്ന് വിഷമിപ്പിച്ചിരുന്നു പലപ്പോഴും. അത് നമുക്കറിയാമല്ലോ, നമ്മളുടെ പ്രായത്തിൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെ ഒരാൾ കളിയാക്കി ഒരു പേര് വിളിച്ചാൽ പോലും നിങ്ങൾക്കൊരു 1-2 ആഴ്ചത്തേക്ക് ആ ഒരാൾ പേര് വിളിച്ചത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തായിരുന്നു എന്നാലും എന്നെ അങ്ങനെ വിളിച്ചില്ലേ, ഇങ്ങനെ നമുക്ക് തോന്നും. അതുപോലെ ഉള്ളൊരു പ്രായമാണ് ഇവിടെ. അപ്പോൾ ഇവളും ആ ഒരു ഇങ്ങനെ അത്രയും ടോളാണ് എന്നുള്ള അങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിച്ച് അവളും വറീഡായിരുന്നു. എന്തായാലും ആ ഒരു പ്രത്യേക ദിവസം, ഇവിടെ ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പ്രത്യേക ദിവസം while she was going to her physical education, PE class means physical education class, she forgot to take her physical education dress, PE shorts that were still in her bag. She forgot to take it and ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ സർ will behave like an animal, will behave like a bear if someone is not dressed for physical education. So she just returned to her class. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. I had to walk all the way back to get them. Coach Thompson is actually their physical education teacher. Coach Thompson was really a real bear if someone wasn't dressed for PE. So she had said I was a good forward and even tried to talk. അപ്പോൾ കോച്ച് തോംസനോട് ഇവൾക്കുള്ള ഒരു ചെറിയ റെസ്പെക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവളുടെ ഫിസിക്കൽ നേച്ചർ അല്ലെങ്കിൽ അവളുടെ അഗൈൽ നേച്ചർ, ഈസിലി ഫ്ലെക്സിബിൾ മൂവിങ് ആയിട്ടുള്ള അവളുടെ ഫിസിക്കൽ ബോഡിയുടെ നേച്ചർ കൊണ്ട് തന്നെ അവളെ ടീമിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കോച്ചിന് താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഗ്രാൻഡ്മയോട് സംസാരിക്കുക വരെ ചെയ്തിരുന്നു. പക്ഷേ ഗ്രാൻഡ്മ ഡിഡ്ന്റ് അഗ്രി ഫോർ ദാറ്റ്. അതിൻ്റെ കാരണവും നമ്മളോട് 3rd പാരഗ്രാഫിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, if someone entered for sports, they have to pay for registration ഫീസും അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ കോസ്റ്റും, ഇങ്ങനെ പല ട്രിപ്സ് ഔട്ട്സൈഡ് ടൗണിലേക്ക് പോകുമ്പോൾ ട്രിപ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അഫോർഡബിൾ ചെയ്യാനായിട്ട് അവളുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ ബോഡി സ്ട്രക്ചർ സ്പോർട്സിന് അനുകൂലമായിട്ടുള്ളതായിരുന്നെങ്കിലും
അവർ പലപ്പോഴും സ്പോർട്സിന് ചേർന്നിരുന്നില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ഫിഫ്ത്ത് പാരഗ്രാഫ്. വി ആർ മൂവിങ് ഓൺ ടു ഫിഫ്ത്ത് പാരഗ്രാഫ്. I was almost back at my classroom door when I heard voices raised in anger, as if some sort of argument. So what happened? That is the main thing in this story. This fifth paragraph is the main thing in this story. So I was almost back at my classroom. So I was just next to my classroom. ഞാൻ അവിടേക്ക് എത്താറായി, ക്ലാസ് റൂമിലേക്ക് എത്താറായി. സോ അറ്റ് ദ ടൈം ഐ ഹേർഡ് എ വോയിസ് റേസ്ഡ് ഇൻ ആങ്കർ. അപ്പോൾ നല്ല ഒച്ചയിൽ, നല്ല ശബ്ദത്തിൽ ഉള്ള ദേഷ്യപ്പെടുന്ന, ആരുടെയോ ദേഷ്യപ്പെടുന്ന ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ആസ് ഇഫ് സം സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ അത് ആരൊക്കെയോ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നതാണ്, കലഹിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ സ്റ്റോപ്ഡ്. സോ ക്വൈറ്റ് നാച്ചുറലി ഐ ജസ്റ്റ് സ്റ്റോപ്പ് ദെയർ. ഞാനവിടെ ഒന്ന്, നമ്മളായാലും ഇത്രയും വലിയ ശബ്ദം, ദേഷ്യം കയറി ആരോ സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മളുടെ മൂമെൻറ്റിൻ്റെ സ്പീഡൊന്ന് കുറയും. സോ ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ്ഡ്രോപ്പ്. സോ വാട്ട് യു മീൻ ടു ഈവ്സ്ഡ്രോപ്പ് എന്ന് വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണത്, ആ വേർഡ് അല്ലേ? എന്താണ് ഈവ്സ്ഡ്രോപ്പ്? യെസ്, ഇറ്റ് ഈസ് ആക്ച്വലി ലിസണിങ് ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലേ? രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞ്, അല്ലെങ്കിൽ അത് ലിസൺ ചെയ്യുന്നതിനെയാണ്, അത് അവരറിയാതെ കേൾക്കുന്നതിനെയാണ് നമ്മൾ ഈവ്സ്ഡ്രോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ടീച്ചർ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ്ഡ്രോപ്പ്. ഞാൻ അങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോയിങ് വാട്ട് ടു ഡു. സോ ഐ വാസ് റിയലി doubtful. Hesitated means he was really doubtful, he was really confused what to do. I needed those shorts. അപ്പോൾ എന്താണ് കാര്യം? ആക്ച്വലി ഐ നീഡഡ് ദോസ് ഷോർട്സ്. ഐ വാസ് ഇൻ നീഡ് ഓഫ് ദാറ്റ് ഷോർട്സ്. എനിക്ക് ആ ഷോർട്സ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് എടുക്കണം. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. ഞാൻ അതങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ലേറ്റ് ആവും. But I didn't want to interrupt an argument between my teachers. From the voices, it was very clear that that was an argument between teachers, two teachers. അപ്പോൾ I just don't want to interrupt. എനിക്ക് അതിൻ്റെ ഇടയിൽ എൻ്റെ ടീച്ചേഴ്സാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ രണ്ട് ടീച്ചേഴ്സിൻ്റെ ഇടയിലേക്ക്, ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് പോകാൻ വൈകുകയാണ്. അവിടെ പകുതി വഴി എത്തിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് എൻ്റെ ഷോർട്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ആ ഷോർട്സ് എടുക്കാൻ വേണം. ഷോർട്സ് എടുത്തിട്ട് ചെന്നില്ലെങ്കിൽ അവിടെ കോച്ച് തോംസൻ്റെ നിന്ന് വഴക്ക് കേൾക്കും. അപ്പോൾ ഞാനാകെ കൺഫ്യൂസ്ഡായി. സോ ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, പ്ലീസ് അണ്ടർലൈൻ ദാറ്റ്. ഇത് രണ്ട് ടീച്ചേഴ്സിനെയും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് ഈ രണ്ടുപേരുടെയും പേര് ആവശ്യം വരും. സോ പ്ലീസ് അണ്ടർലൈൻ ദാറ്റ്. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബൂൺ, മൈ മാത്സ് ടീച്ചർ. അവർ രണ്ടുപേരും ആയിരുന്നു ആർഗ്യൂ ചെയ്തുകൊണ്ട്. ആരൊക്കെയാണ്? സ്മിത്തും മിസ്റ്റർ ബൂൺ. സ്മിത്ത് ഹിസ്റ്ററി ടീച്ചറും മിസ്റ്റർ ബൂൺ മാത്സ് ടീച്ചറും ആയിരുന്നു. ആൻഡ് they seem to be arguing about me. So it was really surprising. അവിടെ എന്താ പ്രശ്നം? അവർ ആർഗ്യൂ ചെയ്യുന്നത് എന്നെക്കുറിച്ചാണ്. About our narrator. They seem to be arguing about me. I couldn't believe this. I still remember the feeling of shock that rooted me flat against the wall, as if I were trying to blend it with the graffiti written there. So സ്വാഭാവികമായിട്ടും ഞാൻ ഐ ഫീൽ റിയലി സർപ്രൈസ്ഡ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളുടെ പേര്, അതും ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്ന ഫീലിംഗ് എന്തായിരിക്കും? വി സ്റ്റാർട്ട് ഗെറ്റിംഗ് ഡിസ്റ്റർബ്ഡ് അല്ലേ? അവിടെ അവളാകെ ഡിസ്റ്റർബ്ഡായി. അപ്പോൾ അവൾക്ക് എന്താ ഫീൽ ചെയ്തത്? ആസ് ഇഫ് ഇപ്പോഴും I still remember the feeling of shock that rooted me. ഇപ്പോഴും ഞാൻ ആ ഒരു ഷോക്ക് ഓർക്കുന്നുണ്ട് എന്ന് പറയണം. എന്നിട്ട് ആ ഷോക്ക് എങ്ങനെയായിരുന്നു? അത് നേരെ എന്നെ അവിടെ സൈഡ് വാളിലേക്ക് എന്നെ റൂട്ട് ചെയ്യുന്ന പോലെ, അവിടെ ഗ്രാഫിറ്റി എന്ന് പറയുന്നത് വാളിൽ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സിനെയാണ് നമ്മൾ ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. റൈറ്റിങ്സ് ഓൺ ദ വാൾ. അപ്പോൾ അവിടെ ഭിത്തിയിൽ, സ്കൂളാണല്ലോ, അപ്പോൾ
ഒന്നുകിൽ കോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിൻ്റെ പേരോ ഇതൊക്കെ എന്തെങ്കിലും ഭിത്തിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭിത്തിയിലേക്ക് ഞാൻ ആകെ കയറി പോകുന്ന പോലെ തോന്നി. നമ്മൾ ചില ഫിലിംസിലും കാർട്ടൂൺസിലൊക്കെ കാണാറില്ലേ, നമ്മൾ ആ ഭിത്തിയുടെ ഭാഗമായി കയറി പോകുന്നത്, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒട്ടും വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എൻ്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ ടീച്ചേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡായി. ഞാൻ ആ വാളിലേക്ക് കയറി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഐ റിഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹർ ഫാദർ ഈസ്. ഹർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. അപ്പോൾ ഇതിൽ ആരോ ഒരാൾ, രണ്ട് ടീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞു, സ്മിത്തും ബൂണും ആണ് ആർഗ്യൂ ചെയ്യുന്നത്. അതിൽ ഒരാളുടെ റെസ്പോൺസാണ്, അല്ലെങ്കിൽ ഒരാൾ പറയുന്ന രീതിയാണ് നമ്മൾ ഈ കേൾക്കുന്നത്. എന്താണ്? ഐ റിഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ എം നോട്ട് റെഡി ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹർ ഫാദർ ഈസ്. അവളുടെ അച്ഛൻ ആരായാലും ഐ ജസ്റ്റ് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. മാർത്തയുടെ ഗ്രേഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്ന അത്ര ഗ്രേഡ് അല്ല ആ കുട്ടിക്കുള്ളത്. സോ ഐ വോണ്ട് ലൈ ഓർ ഫാൾസിഫൈ റെക്കോർഡ്സ്. ഞാൻ ഒരിക്കലും റെക്കോർഡ്സ് തിരുത്താനോ അതിനെ കറക്റ്റ് ഫാൾസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഫാൾസിഫൈ? ടു മേക്ക് സംതിങ് ഫാൾസ് ബൈ ആഡിങ് ഓർ ചേഞ്ചിങ്. ഒരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒന്നിനെ തെറ്റാക്കുക, അതിൽ കറക്ഷൻ വരുത്തി ആ റെക്കോർഡ്സ് തിരുത്തുക, അതിനെ തെറ്റാക്കി മാറ്റുക. അതാണ് ഫാൾസിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡ്സ് തിരുത്താൻ ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ്. മാർത്ത ഹാസ് എ സ്ട്രെയിറ്റ് A plus average and you know it. That was Mr. Smith and he sounded very angry. അപ്പോൾ എന്താ പറഞ്ഞത്? മാർത്ത ഒരു സ്ട്രെയിറ്റ് A+ സ്റ്റുഡൻ്റ് ആണ്. ആവറേജ്, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാമല്ലോ എന്ന് ഇത് പറയുന്നത് ആരാണ്? സൗണ്ടിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായി മിസ്റ്റർ സ്മിത്താണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്റ്റോറി വായിച്ചിട്ട് ഇപ്പോൾ മാത്രമാണ് നമ്മുടെ നരേറ്ററിൻ്റെ പേര് ഇവിടെ റിമൈൻഡ് ചെയ്തത്. സോ ഹെർ നെയിം ഇസ് മാർത്ത. നമ്മൾ ആദ്യം തന്നെ ഓഥറിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, മാർത്ത സലൈനാസ് എന്നാണ്. അപ്പോൾ ഇവിടെ അതേ നെയിം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില കേസുകളിൽ നമുക്ക് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നറേറ്റർ ഒരു ഡിഫറെൻറ്റ് നെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നേരെ ഡയറക്റ്റ് അവരുടെ നെയിം തന്നെയാണ്, മാർത്ത സലൈനാസ് എന്നാണ് ഓഥറിൻ്റെ പേര്. അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത്രയും പോയതിന് ശേഷമാണ് മാർത്ത എന്നാണ് നമ്മുടെ നരേറ്ററിൻ്റെ പേരെന്നുള്ളത് റിവീൽ ചെയ്യപ്പെടുന്നത്. സോ A+ ആവറേജ് സ്മിത്ത് ആണ് അപ്പോൾ അത് പറഞ്ഞത്. സ്മിത്ത് അത് പറയുമ്പോൾ he sounds very angry. He sounded very angry and Mr. Bone's voice sounded calm and quiet. Mr. Boone ആണെങ്കിലോ വളരെ ക്വയറ്റ് ആയിട്ടാണ്, calm and quiet ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. Look, John's father is not only on the board, he owns the only store in the town. അടുത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ജോൺ. JOANN, അണ്ടർലൈൻ ചെയ്യാതെ. ജോൺ എന്ന് പറയുന്നത് മാർത്തയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ജോഹൻ്റെ ഫാദർ അല്ലെങ്കിൽ ജോഹന് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ്സ് ഫാൾസിഫൈ ചെയ്യാനായി മിസ്റ്റർ ബൂൺ സ്മിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി, അപ്പോൾ എന്താണ് കാരണം? ജോഹൻ്റെ ഫാദർ ബോർഡ് മെമ്പറാണ്, സ്കൂളിലെ ബോർഡ് മെമ്പറാണ്. അത് മാത്രമല്ല ഈ ടൗണിലെ ആകെയുള്ളൊരു സ്റ്റോറിൽ ഓൺ ചെയ്യുന്ന അതിൻ്റെ ഓണറാണ് ഈ ജോൻ്റെ ഫാദർ. സോ വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ് നമുക്ക് പറയാം. അപ്പോൾ അയാൾ സ്മിത്തിനെ സമാധാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് പറയാം അത് വളരെ തൊട്ടടുത്തടുത്ത ഗ്രേഡുകളായിരുന്നു. മാർത്തയുടെയും ജോഹൻ്റെയും വളരെ തൊട്ടടുത്ത ഗ്രേഡുകളായിരുന്നു, അതുകൊണ്ട് ജോനെ സെലക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം എന്ന് പറയുകയാണ്. The pounding in my ears drowned out of the rest of the woods. Only a word here and there filtered through. അത് കേട്ടതോടുകൂടി അപ്പോൾ അവൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പറയുന്നത് കേട്ടപ്പോൾ ഇതിൻ്റെ വ്യക്തത അവൾക്ക് കിട്ടി. എന്താണ് ഇതിൻ്റെ വിഷയമെന്നും എന്താണ് ഇവർ തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നതെന്നും ഒക്കെ അവൾക്ക് വളരെ വ്യക്തമായി. അത് കേട്ടതോടുകൂടി അവൾ ആകെ ഡെസ്പെറേറ്റ് ആയി. കാരണം അവളുടെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നം ആണ് ഈ 8th ഗ്രേഡിലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന അവളുടെ ഒരു ഹൈ ഡ്രീമാണ്. വർഷങ്ങളായിട്ട് അതിനു വേണ്ടി അവൾ സ്ട്രഗിൾ ചെയ്ത് ഓരോ കൊല്ലവും അവൾ ഫസ്റ്റായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അത്
കയ്യിൽ കിട്ടാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ടീച്ചർ അടുത്ത ടീച്ചറോട് റെക്കോർഡ് തിരുത്തിയിട്ട് അല്ലേ, ആ മാർക്സ് തിരുത്തി വേറൊരാൾക്ക് അത് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് റിയലി ഡിസേർവ് ചെയ്യുന്ന ആള് അത് കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത ആ വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇവിടെ മാർത്ത ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. സോ ഓൺലി എ വേർഡ് ഹിയർ ആൻഡ് ദെയർ. സോ അത് കേട്ടതോടുകൂടി അവൾ ആകെ ഡെസ്പറേറ്റ് ആയി. പിന്നെ അവൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാത്രമേ കേട്ടുള്ളൂ, വ്യക്തമായില്ല. മാർത്ത ഈസ് എ മെക്സിക്കൻ, റിസൈൻ വോണ്ട് ഡു ഇറ്റ്. അപ്പോൾ വീണ്ടും അവിടെ ഇവിടെ ഒരു ചെറിയ എന്താണ് ഒരു സെഗ്രിഗേഷൻ വരുന്നുണ്ട്, ഒരു സെപ്പറേഷൻ. മാർത്ത ഒരു മെക്സിക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു റേസിസം അല്ലെങ്കിൽ ഒരു ചെറിയ സെഗ്രിഗേഷനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. മാർത്ത ഒരു മെക്സിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് മാർത്തയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾ ആകെ കേട്ടത് റിസൈൻ വോണ്ട് ഡു ഇറ്റ്, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തോളൂ എന്നൊക്കെയാണ് അവൾ കേൾക്കുന്നത്. So Mr. Smith came rushing out and luckily for me went down the opposite way towards the auditorium, so he didn't see me. ഭാഗ്യത്തിന് മിസ്റ്റർ സ്മിത്ത് ഒന്നും മറുപടി പറയുന്നില്ല അതിന്. അപ്പോൾ മിസ്റ്റർ സ്മിത്ത് അത് ചെയ്തില്ലെങ്കിൽ സ്മിത്തിനോട് റിസൈൻ ചെയ്യാനാണ് ബൂൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യത്തിന് മിസ്റ്റർ സ്മിത്ത് ദേഷ്യം കയറി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഒന്നും മറുപടി പറയാതെ. പക്ഷേ മാർത്ത നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മിസ്റ്റർ സ്മിത്ത് പോയത്. അതുകൊണ്ട് ഭാഗ്യത്തിന് മാർത്തയെ കണ്ടില്ല. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ മാർത്ത അറിഞ്ഞു എന്നുള്ളത് സ്മിത്ത് അറിഞ്ഞിരുന്നു. So shaking, I waited a few minutes and then went in and grabbed my bag and fled from the room. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്മിത്ത് പോയ സമയത്ത് ഞാനൊന്ന് വിറച്ചുപോയി. അതിന് കാരണം അവളുടെ സൈഡിലേക്കാണ് വന്നതെങ്കിൽ ആകെ കുളമാവില്ലേ കാര്യങ്ങൾ. അവളിത് അറിഞ്ഞു എന്നുള്ളത് അവൾക്ക് മനസ്സിലാവും. അപ്പോൾ ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല. അവൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു. ദെൻ ഹി വെൻറ്റ് ഇൻ ടു ദ ക്ലാസ് റൂം ആൻഡ് ഹി ജസ്റ്റ് ഗ്രാബ്ഡ് ദ ബാഗ് and fled from the room. He just walked away in a very fast manner from the room. Mr. Boone looked up when I came in but didn't say anything. So Mr. Boone ഞാൻ വരുന്നത് കണ്ടു, പക്ഷെ അവരൊന്നും സംസാരിച്ചില്ല. I didn't say anything. ഞാനും അവരോടൊന്നും സംസാരിച്ചില്ല, അവർ ജസ്റ്റ് ഒന്ന് നോക്കി. To this day I don't remember if I got in trouble in physical education. അപ്പോൾ അന്ന് for being late or how I made it through the rest of the afternoon. അപ്പോൾ അന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ഞാൻ വൈകിയതിന് എന്തെങ്കിലും സംഭവിച്ചോ, അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പോലും I couldn't recollect because I was really shocked because of the conversation between the teachers, the argument between the teachers. അതിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എന്താണ് ക്ലാസ്സിൽ നടന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ നടന്നത്, ഞാനതെങ്ങനെ മാനേജ് ചെയ്തു, എങ്ങനെ ആഫ്റ്റർനൂൺ കഴിച്ചെടുത്തു എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. So I went home very sad and cried into the pillow that night so grandmother wouldn't hear me. എന്തായാലും I was crying the whole I was crying and crying. I went home very sad. വളരെ സാഡായിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. എന്നിട്ട് പില്ലോയിലേക്ക് കിടന്ന് ഞാൻ കരഞ്ഞു. എൻ്റെ ഗ്രാൻഡ്മ കാണാതിരിക്കാനായിട്ട് ഞാൻ പില്ലോയിലേക്ക് ചേർന്ന് കിടന്ന് കരഞ്ഞു. And it seemed a cruel coincidence that I had overheard the conversation. The next day, when the principal called me into his office, I knew what it would be about. അപ്പോൾ എനിക്കതൊരു വളരെ ക്രൂവലായിട്ടുള്ളൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം എന്താ, ഞാനത് കേട്ടു അല്ലേ. അത് കേട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ പിറ്റേ ദിവസം പ്രിൻസിപ്പള് എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക്, ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ആക്ച്വലി I knew why he was calling me. I knew what it would be about and he looked uncomfortable and unhappy. അപ്പോൾ പ്രിൻസിപ്പള് വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു, അൺഹാപ്പി ആയിരുന്നു. ആൻഡ് I decided I was going to make it any easier for him. അപ്പോൾ ഞാൻ എന്തായാലും അവർ ചെയ്യാൻ പോകുന്ന കള്ളത്തരം അത്ര എളുപ്പമാക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. So I looked him straight. അപ്പോൾ ഒരാൾ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ, അയാൾ
അയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കണ്ണിൽ നോക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് തന്നെ ഷാർപ്പായിട്ട് നോക്കി. So I looked him straight in the eyes and he looked away and fidgeted with the papers on the desk. Fidgeted എന്ന് വെച്ചാൽ എന്താണ്, സ്കാറ്റേഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ അവിടെ നോക്കിക്കൊണ്ടേയിരുന്നു. He was not. He couldn't look at her eyes. Keep moving. Fidget means keep moving your body, hands or feet because you are nervous. നമ്മൾ നെർവസോ നമ്മൾ കോൺഫിഡൻറ്റോ നമ്മൾ ബോർഡോ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഫിസിക്കൽ മാനറിസംസ് ആണ് കേട്ടോ. പലപ്പോഴും പല ഒഫീഷ്യൽസ്, അതായത് പോലീസുകാർ, വക്കീൽമാർ, ഇങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ടീച്ചേഴ്സ്, ഈ പലരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പല ഫിലിംസിലും എന്താണ്, കള്ളം പറയുന്നത് ഡിറ്റക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പലരുടെയും അവർ ശരിയായിട്ടാണോ കാര്യങ്ങൾ പറയുന്നതെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ബോഡി മാനറിസംസ് ആണ് ഇവിടെ പറയുന്നത്. കണ്ണിൽ നോക്കാതിരിക്കുക, ശരീരം ഷെയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, താഴേക്ക് നോക്കി അയാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാതെ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കുക. സോ ഹി ലുക്ക്ഡ് എവേ ഫിജറ്റഡ്. അത് അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ ഡെസ്കിലുള്ള പേപ്പേഴ്സിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹം ഡൈവേർട്ട് ചെയ്തത്. ബിക്കോസ് ഹി വാസ് അൺഏബിൾ ടു ലുക്ക് അറ്റ് മാർത്താസ് ഐസ്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാർത്തയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മാർത്ത, ഹി സെഡ്, ദെയർ ഹാസ് ബീൻ എ ചേഞ്ച് ഇൻ പോളിസി ദിസ് ഇയർ റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി മാർത്തയോട് പറഞ്ഞു, മാർത്ത, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ആസ് യു നോ, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ ആൻഡ് ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. അപ്പോൾ നിനക്കറിയാലോ, എല്ലാ കൊല്ലവും അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കാറ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അദ്ദേഹം പറയുകയാണ്, ദിസ് ഇയർ the board decided to charge $15, which still won't cover the complete cost of the jacket. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ പ്രാവശ്യം തുടങ്ങി ഞങ്ങൾ സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഒരു $15 പേയ്മെൻറ്റ്, $15 അതിന് വേണ്ടി പേ ചെയ്യണം എന്ന്. ആരാണോ അത് നേടുന്നത് ആ വ്യക്തി ഒരു $15 പേ ചെയ്താലാണ് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുക. അങ്ങനെയുള്ളൊരു രീതിയാക്കി മാറ്റിയിരിക്കുകയെന്ന് പറഞ്ഞു. ഐ സ്റ്റേർഡ് അറ്റ് ഹിം ഇൻ ഷോക്ക്. അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനൊരു രീതിയിൽ അവർ ചെയ്യുമെന്ന് മാർത്ത പ്രതീക്ഷിച്ചില്ല. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ. ഡിസ്മേ മീൻസ് ഡിസ്ട്രെസ് കോസ്ഡ് ബൈ ട്രബിൾ. നമ്മൾ ആകെ നിരാശപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമില്ലേ, ഡിസ്ട്രെസ് കോസ്ഡ് ബൈ ട്രബിൾ ഓർ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. ഒരു വിഷമത്തിൻ്റെ ശബ്ദം, ഒരു വിഷമത്തിൻ്റെതായ ഒരു ശബ്ദം എൻ്റെ ത്രോട്ടിൽ നിന്ന് വന്നു. ഐ ഹാഡൻറ്റ് എക്സ്പെക്റ്റഡ് ദിസ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. ഇപ്പോഴും പ്രിൻസിപ്പൾ വാസ് നോട്ട് റെഡി ടു ലുക്ക് അറ്റ് ഹെർ ഐസ്. സോ ഇഫ് യു ആർ അൺഏബിൾ ടു പേ $15 ഫോർ ദ ജാക്കറ്റ്, ഇറ്റ് വിൽ ബി ഗിവൻ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. അദ്ദേഹം എന്താ പറഞ്ഞത്, നീ അത് പേ ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ക്വയറ്റ് നാച്ചുറലി അത് അടുത്ത ആരാണോ നിൽക്കുന്നത് ആ വ്യക്തിയിലേക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകപ്പെടും. So if you are unable to pay $15 for the jacket, it will be given to the next one. I didn't need to ask who that was. അപ്പോൾ എനിക്കറിയാലോ, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയായിരുന്നു അടുത്തത് ആർക്കാണ് അവരിത് കൊടുക്കാൻ പോകുന്നതെന്ന്. കാരണം ഇത് അവരുടെ ഒരു പ്ലാൻഡ് ആയ ഒരു കാര്യമാണെന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ ഓൾറെഡി കാര്യങ്ങൾ അറിഞ്ഞിരുന്നല്ലോ. So stand with all dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. പക്ഷേ അവൾ തലേ ദിവസം കേട്ട കാര്യങ്ങളൊന്നും പ്രിൻസിപ്പലിനോട് അവിടെ പറഞ്ഞില്ല. അവൾ വളരെ കറേജിയസ് ആയിരുന്നു. അവൾക്ക് സങ്കടമൊക്കെ വന്നെങ്കിലും അവൾ അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ വളരെ ബോൾഡായിട്ട് എന്താണ് പറഞ്ഞത്, സ്റ്റാൻഡിങ് വിത്ത് ഓൾ ഡിഗ്നിറ്റി. അപ്പോഴും പ്രിൻസിപ്പലിനോടുള്ള എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവൾ എന്താ പറഞ്ഞത്, ഓക്കെ സർ, ഐ വിൽ ടോക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ താങ്കളെ അറിയിക്കാം എന്നാണ് വളരെ മര്യാദയോടുകൂടി അവളത് പറഞ്ഞത്. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. ദ ഡർട്ട് റോഡ് വാസ് എ 1/4 മൈൽ ഫ്രം ദ ഹൈവേ. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഐ സ്റ്റാർട്ട് ക്രൈങ്.
ബസ് സ്റ്റോപ്പിൽ തുടങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഹൈവേയിൽ നിന്നും ഒരു ക്വാർട്ടർ മൈൽ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഡർട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേയിൽ നിന്നൊരു കുറച്ച് നീങ്ങിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. സോ ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വെയർ റെഡ് ആൻഡ് പഫി. ഇതും ടീച്ചർ ഇന്ന് വിക്ടേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് റെഡ് ആൻഡ് പഫി? നമ്മൾ പറയാറില്ലേ, കലങ്ങി വീർത്തിരുന്നു അവളുടെ കണ്ണുകൾ. സോ ചെന്നതിന് ശേഷം അവൾ ആദ്യം ചോദിച്ചു, വേർ ഇസ് ഗ്രാൻഡ് പാ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ. അപ്പോൾ ഗ്രാൻഡ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഗ്രാൻഡ്മയുടെ അടുത്ത് നേരെ നോക്കി ചോദിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താ, കണ്ണ് കലങ്ങിയിരിക്കുകയാണ്. സോ ലുക്ക് ഡൗൺ, കണ്ണ് താഴേക്ക് ആക്കിയിട്ടാണ് ചോദിച്ചത്. ലുക്ക് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ വുഡൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈങ്. അപ്പോൾ ഗ്രാൻഡ്മ കണ്ടു കഴിഞ്ഞാൽ ക്വയറ്റ് നാച്ചുറലി ചോദിക്കും. അതുകൊണ്ട് ഗ്രാൻഡ്മ കാണാതിരിക്കാൻ വേണ്ടി താഴേക്ക് നോക്കിയാണ് ചോദിച്ചത്. സോ ഷി വാസ് സ്വീയിങ് ഓൺ ക്വിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡ്ന്റ് ലുക്ക് അപ്പ്. അപ്പോൾ ഗ്രാൻഡ്മ അവിടെ നമ്മൾ കാണാറുണ്ട് ഫിലിംസിലൊക്കെ ഇങ്ങനെ ചിലർ സ്വെറ്റർ തുന്നിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ ഒരു തുന്നിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഐ തിങ്ക് ഹീ ഈസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും അവിടെ ബീൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. സോ ഐ വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഔട്ട് ദ ഫീൽഡ്സ്. There he was. I could see him walking between the rows. അപ്പോൾ ഞാൻ പുറത്തേക്ക് ചെന്നു, അവിടെ ഫീൽഡ്സിൽ ചെന്നു. അപ്പോൾ അവിടെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഐ കുഡ് സീ ഹിം. അപ്പോൾ അവിടെ റോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഓരോ തടങ്ങൾ എടുത്തിട്ട് അതിലാണല്ലോ നമ്മൾ നടുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഗ്രാൻഡ് പാ നടക്കുന്നത് അവൾ കണ്ടു. ഹിസ് ബോഡി ബെൻഡ് ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ്, ഹോ ഇൻ ദ ഹാൻഡ്. അപ്പോൾ അദ്ദേഹം കുമ്പിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാണ്, ചെറിയ ബീൻ പ്ലാന്റ്സിൻ്റെ അവിടേക്ക് കുമ്പിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹോ ഉണ്ട്. ഹോ എന്താണ്? എ ഗാർഡൻ ടൂൾ വിത്ത് ലോങ് ഹാൻഡിൽ ആൻഡ് എ ബ്ലേഡ് യൂസ്ഡ് ഫോർ ബ്രേക്കിംഗ് അപ്പ് സോയിൽ. നമ്മൾ തൂമ്പെന്നോ അതല്ലെങ്കിൽ ഗാർഡൻ ടൂളായിട്ടാണ് പറയുന്നത്. അപ്പോൾ തൂമ്പയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മമ്മട്ടിയോ ആയിരിക്കും. സോ ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് ഗ്രാൻഡ് പയോട് ഈ കാര്യം ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. There was a cool breeze blowing out and a sweet smell of mesquite fruit in the air, but I didn't appreciate it. അപ്പോൾ മെസ്കിറ്റ് എന്ന് പറയുന്നത് ഒരു നോർത്ത് അമേരിക്കൻ ട്രീ ആണ്. അപ്പോൾ നല്ല സ്വീറ്റ് സ്മെല്ലാണ് അതിൻ്റെ ഒരു, നമ്മൾ ചില സ്മെല്ലുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു സ്മെല്ലാണ് ഇവിടെ, നമ്മുടെ പുളിയുടെ ഒക്കെ പോലെ അതുപോലെ ഒരു പ്രത്യേക ഫ്രൂട്ടിൻ്റെ ഉള്ള സ്മെല്ലാണ് ഇവിടെ നോർത്ത് അമേരിക്കയിൽ കാണുന്നൊരു പ്രത്യേക ഫ്രൂട്ടാണിത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ്. പക്ഷേ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സ്മെല്ലൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഐ ഡിഡൻറ്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ കിക്ക്ഡ് അറ്റ് ദ ഡേർട്ട് ക്ലോഡ് എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ക്ലോഡ്? എ ലംപ് ഓഫ് എർത്ത്. നമ്മൾ മണ്ണ് കട്ടകൾ കാണല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വയലിൽ അല്ലെങ്കിൽ പറമ്പിലൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ കിളയ്ക്കുന്നിടത്തൊക്കെ ചെല്ലുമ്പോൾ ചില മണ്ണ് കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ തട്ടി പോവാണ്. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ്. അപ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ, അവൾ അതിൽ കൂടി നടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവൻ എന്താ, ഷീ ആക്ച്വലി നീഡ് ദാറ്റ് ജാക്കറ്റ്. ബട്ട് അതിന് വേണ്ടി അവൾ ഇത്രയും നാൾ എഫേർട്ട് എടുത്താണ്, അവളുടെ ഒരു വലിയ ഡ്രീമാണ് ആ ജാക്കറ്റ്. അപ്പം അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾക്ക് അതൊരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. 8 വർഷത്തെ അവളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിരുന്നു അത്. അതാണ് ഇപ്പോൾ ഒരാൾ കറപ്റ്റ് ചെയ്ത് നേടാൻ പോകുന്നത്. അവളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ഡിസേർവ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അത് തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. അത് അവൾ അറിയുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവളാകെ ഡിസ്റ്റർബ്ഡ് ആണ്. സോ ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ വാലഡിക്ടോറിയൻ ആൻഡ് ഗിവിങ് ലിറ്റിൽ താങ്ക് യു സ്പീച്ച് ഫോർ ദ ജാക്കറ്റ് ഓൺ ഗ്രാജുവേഷൻ നൈറ്റ്. ഇറ്റ് വാസ് മോർ ദൻ. അപ്പോൾ അത് ജസ്റ്റ് ഒരു വാലഡിക്ടോറിയൻ ആവുക എന്നുള്ളതോ അതിനൊരു താങ്ക്സ് ഗിവിങ് സ്പീച്ച് പറയുക എന്നുള്ളതോ ഒന്നുമല്ല, അതിനേക്കാളും ഉപരിയാണത്. ഇറ്റ് റെപ്രസെൻറ്റ് 8 years. അപ്പോൾ ജസ്റ്റ് അതിനൊരു താങ്ക്സ് ഗിവിങ് സ്പീച്ച് കൊടുക്കുക, അതിനൊരു കിട്ടിയ ഒരു അപ്രീസിയേഷൻ, അത് മാത്രമൊന്നുമല്ല, കാരണം അവളുടെ 8 വർഷത്തെ ഹാർഡ് വർക്കും പ്രതീക്ഷയുമാണത്. I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. അപ്പോൾ എന്തായാലും
ഗ്രാൻഡ് പയോട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ഓണസ്റ്റായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യണം. ഇത് അവളുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഗ്രാൻഡ് പ when he saw her shadow he just looked up. So that is for all today. Homework ടീച്ചർ തന്ന അസൈൻമെൻറ്റ് തന്നെയാണ്. മാർത്തയുടെ തോട്ട്സ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നുകൂടി ഇടാം. നിങ്ങളപ്പോൾ ക്ലാസ് കേട്ടതിന് ശേഷം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ഹോംവർക്കായിട്ട് സെൻഡ് ചെയ്യണം.